അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മൾ സാധാരണ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ഒരു ദുആയാണ്, അള്ളാഹുവേ നീ ഇഷ്ടപ്പെടുന്ന അടിമകളിൽ ഞങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തണേ എന്ന്. അല്ലെ, നമ്മൾ ദുആ ചെയ്യാറില്ലേ? അള്ളാഹു തആല നമ്മ എല്ലാവരെയും അള്ളാഹു തആല ഇഷ്ടപ്പെടുന്ന അടിമകളിൽ ഉൾപ്പെടുത്തി തരട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് അള്ളാഹു തആല ഇഷ്ടപ്പെടുന്ന സ്ത്രീകളിൽ കാണുന്ന ഒരു 8 സ്വഭാവമാണ്. കൂടുതൽ നീട്ടി വലിച്ച് പറയാതെ ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അതായത് ഒന്നാമത്തത് തഖ്വയും അള്ളാഹുവിനെ അനുസരിക്കുന്നതുമായ സ്വഭാവമാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു താല കൽപ്പിച്ച കാര്യങ്ങളൊക്കെ അള്ളാഹുവിനിക്ക് വേണ്ടി എന്നുള്ള ആ ഒരു നീയത്തോടു കൂടി വളരെ ഭംഗിയായി ചെയ്യുന്നതിനാണ് തഖ്വ എന്ന് പറയുന്നത്. അതായത് അള്ളാഹു താല എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അത് അള്ളാഹുവിനിക്ക് മാത്രമാണ് എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട്, അതായത് ലോകമാന്യത്തിന് വേണ്ടി, മറ്റുള്ള ആളുകൾ കാണാൻ വേണ്ടി, അങ്ങനെ ഒന്നുമല്ല. അള്ളാഹു താല എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ വളരെ ഭംഗിയായിട്ട് തഖ്വയോടുകൂടെ, അതായത് അള്ളാഹുവിനിക്ക് എന്നുള്ള ആ ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടെ, ഇനി ആര് കാണുന്നുണ്ടോ കാണുന്നില്ലേ കാണാൻ വേണ്ടി, അങ്ങനെ ഒന്നല്ല. അള്ളാഹു കണ്ടാൽ മതി, അതാണ് നോക്കേണ്ടത്. അള്ളാഹു കണ്ടാൽ മതി, ആ ഒരു നീയത്തോടു കൂടി അള്ളാഹുവിനിക്ക് ഇബാദത്ത് ചെയ്യുക. മറ്റു കാര്യങ്ങളൊക്കെ ഇബാദത്ത് എന്ന് മാത്രമല്ല, എല്ലാ കാര്യങ്ങളും തഖ്വയോട് കൂടെ ചെയ്യുക. അതുപോലെ തന്നെ അള്ളാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ആ കൽപ്പനകൾ വളരെ ഭംഗിയായിട്ട് എല്ലാം അനുസരിക്കുകയും അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുകയും ചെയ്യുക എന്നുള്ള ആ ഒരു തഖ്വയും അള്ളാഹുവിനെ അനുസരിക്കലും എന്നുള്ള സ്വഭാവമാണ്. രണ്ടാമത്തത് നിസ്കാരം നിലനിർത്തലാണ്. നിസ്കാരം നിലനിർത്തുന്ന സ്ത്രീകൾ, അപ്പോ നമ്മൾ വിചാരിക്കും നമ്മുടെ വീട്ടിലുള്ള ആളുകളൊക്കെ നിസ്കരിക്കാറുണ്ടല്ലോ, എന്നാൽ വീട്ടിലുണ്ടാകുമ്പോൾ നിസ്കരിക്കും, പക്ഷെ പുറത്തു പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഒരു കല്യാണമോ മറ്റു ഫംഗ്ഷനോ ഉണ്ടാകുന്ന സമയത്ത്, അത് 1-2 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന കാര്യമാണെങ്കിൽ ആ ദിവസങ്ങളൊന്നും ചിലപ്പോൾ നിസ്കാരം ഉണ്ടാവില്ല. എല്ലാ ആളുകളെയല്ല ഞാൻ പറയുന്നത്, അങ്ങനെ ഇല്ലാത്ത ആളുകളും ഉണ്ടാകും എന്ന്. എന്നാൽ അങ്ങനെയല്ല, എന്ത് തിരക്കുണ്ടാലും എന്ത് കാര്യമുണ്ടാലും നിസ്കാരമാണ് മുഖ്യം. നിസ്കാരം കഴിഞ്ഞിട്ടേ ബാക്കി കാര്യങ്ങളുണ്ട്. അവിടെയും നമ്മൾ നോക്കേണ്ടത് ഇത് മറ്റുള്ള ആളുകൾ കാണാൻ വേണ്ടി ഞാൻ എവിടെ ആയാലും നിസ്കരിക്കുന്നവളാണ് എന്ന് കാണട്ടെ എന്ന് വിചാരിച്ച് ചെയ്താൽ അതൊക്കെ പോയി. അതിന് അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് പ്രതിഫലം കിട്ടുന്നതിനേക്കാളും അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് ശിക്ഷയാണ് കിട്ടുക. കാരണം എന്താ? അത് ലോകമാന്യമാണ്, എല്ലാവരും കാണട്ടെ എന്ന് വേണ്ടി കരുതുന്നതാണ്. അതിനൊക്കെ അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് ശിക്ഷയാണ് ലഭിക്കുക. ഇത് അള്ളാഹു കണ്ടാൽ മതി, എവിടെയാണെങ്കിലും നിസ്കാരം കഴിഞ്ഞിട്ട് മാത്രമേ ബാക്കി കാര്യങ്ങളുള്ളൂ. അങ്ങനെ നിസ്കാരം നിലനിർത്തുന്നവരാണ്. അള്ളാഹു താല ഖുർആനിൽ അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞത്. നിങ്ങൾ നിസ്കരിക്കണം എന്നല്ല പറഞ്ഞത്, എന്താ? നിസ്കാരം നിലനിർത്തണം എന്നാ പറഞ്ഞത്. അങ്ങനെ നിസ്കാരം നിലനിർത്തുന്നവർ. മൂന്നാമത്തത് സത്യസന്ധതയും നിഷ്കളങ്കതയുമാണ്. സത്യസന്ധത, അതുപോലെ തന്നെ നിഷ്കളങ്കത, ഈ സ്വഭാവം അവരുടെ സ്വഭാവത്തിൽ ഉണ്ടാകും. സത്യസന്ധത എന്ന് പറയുമ്പോൾ വാക്കിലായാലും പ്രവൃത്തിയിലായാലും ഒക്കെ സത്യം മാത്രം. അത് ഭർത്താക്കന്മാരോടായാലും അതുപോലെ തന്നെ മാതാപിതാക്കളോടായാലും മക്കളോടായാലും ഒക്കെ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ പോലും അവരുടെ മനസ്സിലൊന്ന് ഒളിപ്പിച്ചിട്ട് പിന്നൊരു കാര്യം പുറത്തു പറയുക, അല്ലെങ്കിൽ ഭർത്താവോ മാതാപിതാക്കളോ അവരൊന്നും കാണാതെ അവരെ വഞ്ചിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവുക, അങ്ങനൊന്നുമില്ല. ഒക്കെ സത്യം സത്യം പോലെ പറയുക. അതുപോലെ തന്നെ നിഷ്കളങ്കത, ദേഷ്യപ്പെടാതെ, എടുത്തതിനും തൊട്ടതിനും ദേഷ്യപ്പെടാതെ, അങ്ങനെയുള്ള ആ നിഷ്കളങ്കമായ സ്വഭാവം, അതുപോലെ തന്നെ സത്യസന്ധതയും, ഈ സ്വഭാവവും അവരുടെ സ്വഭാവത്തിൽ ഉണ്ടാകും. നാലാമത്തത് പ്രതിസന്ധികളിൽ ക്ഷമിക്കുന്നവർ. പ്രശ്നങ്ങള്, പ്രയാസങ്ങള്, വിഷമങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ അള്ളാഹു തആല എനിക്ക് തരുന്നതാണ് എന്ന് വിചാരിച്ചിട്ട് ക്ഷമിക്കുന്നവർ. അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്തുകൊണ്ട്, അള്ളാഹുവിനോട് പരാതി പറയാതെ, അള്ളാഹുവിനോട് ക്ഷമിക്കാനുള്ള മനസ്സിന് വേണ്ടി ദുആ ചെയ്യുക. അല്ലാതെ അള്ളാഹുവിനെ കുറിച്ച് പ്രാകലല്ല വേണ്ടത്. എപ്പോ നോക്കുമ്പോഴും രോഗമാണ്, എപ്പോ നോക്കുമ്പോഴും പ്രയാസമാണ്, പടച്ചോൻ എന്താ എനിക്ക് മാത്രം ഇങ്ങനെ തരുന്നത്, മറ്റുള്ള ആളുകളെയൊക്കെ നോക്കറോ എത്ര സന്തോഷത്തിലാണ്. ഇങ്ങനെ അള്ളാഹുവിനോട് പരാതി പറയാതെ ആ ക്ഷമിക്കുന്ന ആ മനസ്സുള്ള ആളുകളായിരിക്കും ഈ അള്ളാഹു തആല ഇഷ്ടപ്പെടുന്ന ആളുകളുടെ സ്വഭാവം. അഞ്ചാമത്തത് ലജ്ജയുള്ളവരാണ്. ലജ്ജയുള്ളവർ എന്ന് പറയുമ്പോൾ ഇത് കുറച്ച് കൂടുതൽ പറയേണ്ട ഒരു വിഷയമാണ്. കാരണം ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. ലജ്ജ എന്നുള്ളത് മനുഷ്യന്റെ മനസ്സിൽ നിന്നും എടുത്തു മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ലജ്ജ ഉണ്ടാവുക എന്നുള്ളത് അത് ഈമാനിന്റെ ഭാഗമാണ്. ഇന്ന് ശരീരം മറക്കുന്ന ഒരു കോലം നോക്കിയാൽ പോലും ഇന്ന് ശരീരത്തിൽ നിന്നും തുണിയുടെ അളവ് നീങ്ങിക്കൊണ്ടു പോകാൻ, അതായത് ചുരുങ്ങിക്കൊണ്ടു പോകാൻ, ശരീരത്തിന്റെ പല ഭാഗങ്ങളും കാണിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുമ്പോഴോ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് അവരവർക്ക് വേണ്ട രൂപത്തിലുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശമുണ്ട് എന്ന് വാദിക്കുന്നവരുമുണ്ടാകും.
എന്നാൽ ഒരു യഥാർത്ഥ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മഹ്റമിയത്തായ ആളുകളുടെ മുന്നിലല്ലാതെ അവരുടെ ശരീരം അല്ലെങ്കിൽ അവരുടെ ഔറത്ത് അല്ലാത്ത ഭാഗം പ്രദർശിപ്പിക്കാൻ കഴിയില്ല. ഔറത്ത് ഏതായാലും പ്രദർശിപ്പിക്കാൻ കഴിയില്ല. അത് സ്വന്തം ഭർത്താവിന്റെ മുമ്പിൽ മാത്രമേ ഔറത്ത് വെളിവാക്കാൻ ഒരു സ്ത്രീക്ക് അവകാശമുള്ളൂ, അധികാരമുള്ളൂ. മറ്റുള്ള ആളുകളുടെ അടുത്തൊക്കെ ഔറത്ത് നിർബന്ധമായും മറക്കേണ്ടതാണ്. ഔറത്ത് എങ്ങനെയാണ്, എവിടെയാണ് എന്നതിലൊക്കെയാണ് നമുക്ക് ചർച്ചാ വിഷയമുള്ളത്. ഒരു അന്യപുരുഷന്റെ മുമ്പിൽ, അതായത് ഭർത്താവ്, അതുപോലെ തന്നെ ബാപ്പ, അതുപോലെ തന്നെ ആൺമക്കൾ, സഹോദരങ്ങൾ, ഇങ്ങനെയുള്ള ആളുകളുടെ അല്ലാത്ത സ്ഥലത്ത് ശരീരം മുഴുവനും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഔറത്ത് തന്നെയാണ്. അതിന് യാതൊരു സംശയമില്ല. മുഖം പോലും കാണിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഈ ലജ്ജയെ കുറിച്ചാണ്. ലജ്ജ എന്നുള്ളത് ഒരു പർദ്ദ ധരിച്ചത് കൊണ്ട് അവൾക്ക് ലജ്ജയുണ്ട് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. പർദ്ദ ധരിക്കുന്നത് തന്നെ എന്തിനാണ്? അവരുടെ ഔറത്ത് മറക്കാൻ വേണ്ടി, അവരുടെ ലജ്ജ മറക്കാൻ വേണ്ടിയാണ്. ആ ലജ്ജ ഉണ്ട് എന്നുള്ളതിനേക്കുള്ള ഒരു തെളിവാണ് ഔറത്ത് മറക്കുക എന്നുള്ളത് എങ്കിൽ ഇന്ന് പർദ്ദ ധരിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിലും അവിടെയും ഇവിടെയും വന്നിട്ട് പല കോപ്രായങ്ങളും കാണിച്ചു കൂട്ടുന്നത്. ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുകയല്ല. അപ്പൊ ലജ്ജ എന്നുള്ളത് അത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എന്ന് മാത്രമല്ല, പുരുഷനെ സംബന്ധിച്ചിടത്തോളം ലജ്ജ എന്നുള്ളത് ഈമാനിന്റെ ഭാഗമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കുകയാണ്. ആറാമത്തത് സൽസ്വഭാവം. സൽസ്വഭാവം എന്ന് പറയുമ്പോൾ നല്ല സ്വഭാവം, ആരോടും സൗമ്യമായുള്ള പെരുമാറ്റം, ആരോടും ദേഷ്യപ്പെടാതെ. അതുപോലെ തന്നെ സൽസ്വഭാവം എന്ന് പറയുമ്പോഴെന്താ, എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള സ്വഭാവം. ഈ നേരത്തെ പറഞ്ഞ പോലെ നിഷ്കളങ്കത, സത്യസന്ധത, ഇതൊക്കെ ഒത്തൊരുമിക്കുമ്പോഴാണ് സൽസ്വഭാവം ഉണ്ടാകുന്നത്. ഇനി ഏഴാമത്തത് മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്യുകയും ബന്ധം പുലർത്തുകയും ചെയ്യുന്ന ആളുകൾ. മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്യുകയും മറ്റുള്ള ആളുകളുമായിട്ടുള്ള ബന്ധം നിലനിർത്തുകയും ചെയ്യുന്ന ആളുകൾ, അതും ഈ സ്ത്രീകളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന സ്ത്രീകളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. 8 അല്ലാഹുവിനിക്ക് ദിക്ർ ചൊല്ലുന്നവരാണ്. അതായത് അല്ലാഹുവിനെ എന്നും ഓർത്തുകൊണ്ടിരിക്കുന്നവരാണ്. ഏത് സമയത്തും അല്ലാഹുവിനിക്ക് വേണ്ടി ദിക്റുകൾ ചൊല്ലിക്കൊണ്ട്, എന്തും പണിയില്ലാതിരിക്കുമ്പോഴാണെങ്കിലും, ഇനി പണി എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിലും, കൈകൊണ്ട് പണിയെടുക്കുന്നുണ്ടെങ്കിലും നാവ് കൊണ്ട് ദിക്ർ ചൊല്ലുന്നത് എനിക്ക് പ്രശ്നമില്ലല്ലോ. അല്ലാഹു തആല പറഞ്ഞത്, എന്നെ ആരെങ്കിലും ഓർത്താൽ ഫദ്കുറൂനി അദ്കുറുക്കും, എന്നെ ആരെങ്കിലും ഓർത്താൽ ഞാൻ അവരെ ഓർക്കുമെന്നാണ് പറഞ്ഞത്. അല്ലാഹു തആല കളവ് പറയുന്നവനല്ല. അല്ലാഹു തആല ആദിലാണ്, നീതിമാനാണ്. അല്ലാഹു തആല പറഞ്ഞാൽ അത് പറഞ്ഞതാണ്. അപ്പോ നമ്മൾ അല്ലാഹുവിനിക്ക് ഏതെങ്കിലും ഒരു സമയത്ത് സുബ്ഹാനല്ലാഹ് എന്നൊരു ദിക്ർ പറഞ്ഞാൽ അല്ലാഹു തആല നമ്മെ ഓർക്കും. കാരണം എന്താ? നമ്മളൊരു ദിക്റാണ് പറഞ്ഞത്. അള്ളാഹുവിനെ ഓർത്താൽ അള്ളാഹു തആല തിരിച്ച് നമ്മളെയും ഓർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തആല സ്വൽസ്വഭാവികളായ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന അടിമകളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും എനിക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണമെന്ന് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. ഇതുപോലെ നല്ല നല്ല അറിവുകൾ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ഐക്കൺ അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.